ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചിക്കൻ കറി തോറ്റു പോകുന്ന രുചിയിൽ ഒരു മഷ്റൂം മസാല, അതായത് ചെട്ടിനാട് മഷ്റൂം മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ ചെട്ടിനാട് മസാല എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. അതിനകത്ത് ഒരുപാട് സ്പൈസസ് ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ചെട്ടിനാട് സ്റ്റൈലെല്ലാം തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അളവ് എത്ര എടുത്തിട്ടുണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്താൽ മതി. അതെല്ലാം ഒന്ന് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം, എന്നിട്ട് വേണത് പൊടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം എടുത്തത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നല്ല പോലെ ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സാവധാനം നമുക്കതൊന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാവേ. അടുത്തതായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കറിവേപ്പില, ഉണക്കമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു നുള്ളി ജീരകം കൂടി ഇട്ട്, ഒരു 2 സവാള അരിഞ്ഞത് കുഞ്ഞായിട്ട് അരിയണം കേട്ടോ എല്ലാം. അതും കൂടി ഇട്ട് ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ കൽച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴണ്ടി കിട്ടും. ആ സമയത്ത് നമ്മുടെ സ്പൈസസ് ഒക്കെ അവിടെ നല്ലതുപോലെ ചൂടാറിയിരിപ്പുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ വഴൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്തുനിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്താൽ മതി. അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെട്ടിനാട് ഇതെടുക്കുന്ന സമയത്ത് ഈ ബട്ടൺ മഷ്റൂം ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. അല്ലാത്തതൊക്കെ അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അത് ബട്ടൺ മഷ്റൂം നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഒരിത്തിരി വലിയ കഷ്ണമായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒത്തിരി ചെറുതായിട്ട് എടുക്കണ്ട. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ നല്ലതുപോലെ വഴറ്റി അവിടെയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്ത് പേസ്റ്റാണെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയുണ്ടല്ലോ, തേങ്ങ വെറുതെ അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരു ഉണക്കമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ തേങ്ങ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം. അതും കൂടി അരച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കണം. നമ്മുടെ അതിൻ്റെ അതൊക്കെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്താ നല്ലതുപോലെ നമ്മുടെ തേങ്ങയൊക്കെ വെന്ത് അവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, ചെട്ടിനാട് മസാല, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് മൊത്തം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അളവ് മതി. ഓവറായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കഴിക്കാൻ പറ്റത്തില്ല. ഓവർ സ്പൈസസ് ആയിപ്പോകും. നമ്മൾ ഗരം മസാലയുടെ ഇത് കുത്തൽ ചുവയുണ്ടാവും. അപ്പോൾ ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ. അപ്പോൾ ചെട്ടിനാട് മസാലയൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ ചെട്ടിനാട്. മിക്കവർക്കും ചെട്ടിനാട് സ്റ്റൈലൊക്കെ വലിയ ഇഷ്ടമുള്ള കറി തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.